സെൻ്റ് അലോഷ്യസ് കോളേജ് FYUGP 2025-26 അഡ്മിഷൻ മെറിറ്റ് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കേണ്ട വിധം. കോളേജ് വെബ്സൈറ്റ് ഐഡിയായ www.stalt.edu.edu. എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പോപ്പപ്പിൽ രജിസ്റ്റർ നൗ എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. തന്നിരിക്കുന്ന വിവരങ്ങൾ സസൂക്ഷ്മം വായിക്കുക. കോളേജിൻ്റെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ ലോഗിൻ ചെയ്യുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ പേര്, ജെൻഡർ, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ ID, ഫോൺ നമ്പർ എന്നിവ കൃത്യമായി നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ മെറിറ്റ് ആപ്ലിക്കേഷൻ ഫോം സെലക്ട് ചെയ്യുക. അതിൽ നിന്നും മെറിറ്റ് ആപ്ലിക്കേഷൻ ഫോം FYUGP 2025 എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ 5 സ്റ്റെപ്പുകളിലായി ഫോം ഫിൽ ചെയ്യേണ്ടതാണ്. അടുത്തതായി പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന സ്റ്റെപ്പിൽ SSLC സർട്ടിഫിക്കറ്റിൽ ഉള്ളത് പ്രകാരം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യേണ്ടതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇമേജ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്ത് അത് ഫോട്ടോ എടുത്ത് സൈൻ ഇമേജ് എന്ന ഫീൽഡിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് രജിസ്റ്റർ നമ്പർ എന്ന ഫീൽഡിൽ നിങ്ങളുടെ CAP ID കൃത്യമായി നൽകേണ്ടതാണ്. തുടർന്ന് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പാരൻസ് ഡീറ്റെയിൽസും മൊബൈൽ നമ്പർ എന്നീ തുടങ്ങുന്ന വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി സബ്മിറ്റ് കൊടുക്കേണ്ടതാണ്. അടുത്തതായി എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. ആദ്യം +2ൻ്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. അതിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ +2ൻ്റെ രജിസ്റ്റർ നമ്പർ എന്നീ തുടങ്ങി എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകേണ്ടതാണ്. യൂണിവേഴ്സിറ്റി CAP രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ CAP ID നമ്പർ കൃത്യമായി കൊടുക്കേണ്ടതാണ്. അടുത്തതായി ക്ലാസ് 10ൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം കോഴ്സ് അലോട്ടഡ് സ്റ്റെപ്പിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അലോട്ട് ചെയ്ത കോഴ്സ് വേണം നൽകാൻ. ശേഷം സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രേസ് മാർക്ക്, ഉദാഹരണത്തിന് NSS, NCC എന്നിവയിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യേണ്ടതാണ്. തുടർന്ന് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന വായിച്ചു നോക്കി ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അടുത്തതായി അഫിഡേവിറ്റ് സ്റ്റെപ്പിൽ സത്യവാങ്മൂലങ്ങളാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്ന ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് ആവശ്യമുള്ള ഭാഗങ്ങൾ പൂരിപ്പിച്ചതിന് ശേഷം അഡ്മിഷന് വരുമ്പോൾ കൊണ്ടുവരേണ്ടതാണ്. തുടർന്ന് പ്രസ്താവന വായിച്ച് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കേണ്ടതാണ്. അവസാനത്തെ സ്റ്റെപ്പിൽ ബസ് ഫെസിലിറ്റി ആവശ്യമുണ്ടെങ്കിൽ യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ലൊക്കേഷനും റൂട്ട് ഡീറ്റെയിൽസും കൃത്യമായി രേഖപ്പെടുത്തി സബ്മിറ്റ് കൊടുക്കേണ്ടതാണ്. തുടർന്ന് വരുന്ന ബോക്സിൽ റീഡയറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറിറ്റ് ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് പ്രോസസ്സ് പൂർത്തിയാകുന്നതാണ്. അതിൽ നിന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കോളേജിൽ അഡ്മിഷന് വരുമ്പോൾ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്.